ഒരു ആണവ യുദ്ധത്തിൽ ചെന്നെത്തുമോ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് പ്രവചിക്കാനാവില്ല. കാരണം പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യമല്ല. നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. ഒരു ഉത്തരവാദിത്തമില്ലാതെ തീവ്രവാദ രാഷ്ട്രീയം തുടരുന്നൊരു രാജ്യത്തെ നമുക്ക് ശ്രദ്ധയോടെ കൂടെ ജാഗ്രതയോടെ കൂടെ നേരിടേണ്ടത്. ഒരുപക്ഷെ ആണവ കരാർ ലംഘിച്ചുകൊണ്ട് അവർ തന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി വളരെ വലുതായിരിക്കും. അതുമാത്രമല്ല, ന്യൂക്ലിയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു ആക്രമണം കൊണ്ട് തീരത്തില്ല. ഉദാഹരണമായിട്ട് അമൃത്സറിനെ ആക്രമിച്ചാൽ ലാഹോറും പാകിസ്ഥാനും നഷ്ടപ്പെടേണ്ടി വരും. മറ്റൊന്നുമല്ല, കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് അടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും, ന്യൂക്ലിയർ ഇമ്പാക്റ്റ് എന്നുള്ളതുകൊണ്ട്. നമ്മൾ നോ ഫസ്റ്റ് യൂസ് സൈൻ ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിലും മറ്റും. അതുകൊണ്ട് നമ്മളായിട്ട് തുടങ്ങി വയ്ക്കില്ല. പരമ്പരാഗതമായൊരു യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് വലിയ അപ്പർ ഹാൻഡ് ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വളരെ കോംപ്ലക്സ് ആണ്, ഒരു അർത്ഥത്തിൽ അൺപ്രഡിക്റ്റബിളാണ്. അത് പാകിസ്ഥാൻ അത് മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്ന ഒരു തിരിച്ചടി സർജിക്കൽ സ്ട്രൈക്ക് വാങ്ങി നിർത്തിയാൽ അവർക്ക് നല്ലത്. അതല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര കലാപം കൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ വഷളാകും. ഇന്ത്യക്കും പ്രശ്നമുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പം അതിൽ നിന്നൊക്കെ കുറേ റിസോഴ്സസ് നമുക്ക് പ്രതിരോധത്തിന് കൂടുതലായി ഉപയോഗിക്കേണ്ടി വരും. കുറച്ചൊക്കെ തിരിച്ചടികൾ നമുക്കുണ്ടായാൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് റീകൺസ്ട്രക്ഷൻ്റെ ഭാവി കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും. അപ്പം അങ്ങനെ തുടങ്ങി നമുക്കും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ലോകത്തിൻ്റെ വികസനത്തെ കാണുന്ന രാജ്യമാണ്. അപ്പം നമ്മൾ സമാധാനത്തിന് വേണ്ടി വികസനം ഉപയോഗിക്കുന്നൊരു സാഹചര്യം, ആ വികസനത്തിന് സമാധാന അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് രാജ്യത്ത് വലിയ മുന്നേറ്റമുണ്ടായത്. അടുത്ത 2 വർഷത്തിനകം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. നല്ലൊരു മിഡിൽ ക്ലാസ് ഉണ്ട്. പാകിസ്ഥാന് മിഡിൽ ക്ലാസ്സും ഇല്ല, പൊതുസമൂഹവുമില്ല. അപ്പോൾ അവിടെ അവരെ ഉപദേശിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല. അന്തർദേശീയ ബന്ധങ്ങളിൽ ഏതെങ്കിലും രാജ്യം അവരെ പ്രത്യേകിച്ച് സഹായിക്കാൻ വരുന്നുമില്ല. നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ ചൈന തയ്യാറായാൽ പാകിസ്ഥാൻ അത് മതിയാക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ പാകിസ്ഥാന് യാതൊരു ഭാവിയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ചിതറിപ്പോയി പാകിസ്ഥാൻ 2 or 3 പീസസ് ആയിട്ട് ഭാവിയിൽ വന്നാലും നമുക്കും അത് വീണ്ടും പ്രശ്നമാണ്. കാരണം ഈ സബ് കോണ്ടിനെൻറ്റിനെ ചൂഷണം ചെയ്യാൻ വൻ ശക്തികൾ എന്നും തയ്യാറാകും. അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ വിഭജനത്തെ എതിർത്തത്. ആ വിഭജനം ഉണ്ടായതിന് ശേഷം കോൾഡ് വാറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്ലാറ്റ്ഫോമായി പാകിസ്ഥാൻ മാറുകയും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്കും മറ്റും എന്നും ഉപകരിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി. അത് കമ്മ്യൂണിസത്തെ എതിർക്കാനാണെങ്കിൽ, സോവിയറ്റ് യൂണിയനെ എതിർക്കാനാണെങ്കിൽ, പിന്നീട് ഗൾഫിലെ ഓയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ എന്നും ഒരു പാവ ഗവൺമെൻറ്റായി പ്രവർത്തിച്ചു. പിന്നീട് ആ തീവ്രവാദത്തിന് വേണ്ടി അവർ നിന്നു. അപ്പം ചുരുക്കത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കാൻ നിൽക്കുന്ന ഒരു പാവ രാഷ്ട്രമായി, ഒരു റബ്ബർ സ്റ്റാമ്പായി പാകിസ്ഥാൻ മാറിയതാണ് ഇന്ന് അവരെ ഈ ഭീകരരാഷ്ട്ര സാഹചര്യത്തിൽ നിന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മോചിക്കുക പാകിസ്ഥാനെ എളുപ്പമല്ല. അവിടെ ജനാധിപത്യമാണ് പുലരേണ്ടത്, പക്ഷേ പറയാൻ എളുപ്പമാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ വേരുകൾ ഒട്ടും തന്നെ ശക്തിയില്ല. അതുകൊണ്ട് അതോടൊപ്പം പട്ടാളത്തിനും പോലീസിനും സെക്യൂരിറ്റിക്കും ഒരുപാട് സാമ്പത്തികം ചിലവാക്കുന്നു. ചൈനയ്ക്ക് ഇനി പാകിസ്ഥാനെ അങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമോ? ചുരുക്കത്തിൽ ഒരു സാമ്പത്തിക കുഴപ്പത്തിലും സുരക്ഷിത പ്രശ്നത്തിലും ഉഴലുന്ന പാകിസ്ഥാന് ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അതോ യുദ്ധം കൊണ്ട് ഇന്ത്യ വിരുദ്ധത ശക്തിപ്പെടുത്തി പാകിസ്ഥാൻ്റെ ഒരു പുതിയ ദേശീയത വീണ്ടും സാഹചര്യത്തിൽ കൊണ്ടുവരാനാണോ പുതിയ തലമുറയിലെ ആൾക്കാരെ ആ നിലയ്ക്ക് ആൻറ്റി ഇന്ത്യൻ ക്യാരക്ടറിലേക്കും ആൻറ്റി ഇന്ത്യൻ ഫീലിങ്ങിലേക്ക് കൊണ്ടുവന്ന് പാകിസ്ഥാൻ്റെ ദേശീയത വളർത്താനാണോ അവരെ ആഗ്രഹിക്കുന്നത്? എന്ന് പറഞ്ഞാലും പാകിസ്ഥാന് ഒരു ദിശയില്ല, ഒരു വിഷനില്ല. ഇന്ത്യ വിരുദ്ധത മാത്രം കൊണ്ട് രാജ്യത്തിന് എത്ര കാലം മുന്നോട്ട് പോകാനാകും? എന്തായാലും യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. അത് യുദ്ധത്തിലെത്തുമോ അതോ ഇന്ത്യയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ അവസാനിക്കുമോ? വളരെ താമസിയാതെ നമുക്ക് ഇക്കാര്യത്തിനൊരു ഉത്തരം കിട്ടും, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കോംപ്ലക്സ് ആയിരിക്കുന്ന ഒരു ലോക ക്രമത്തിന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വഷളാകുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അന്തർദേശീയപരമായിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് വരണം. G20 തന്നെ അക്കാര്യത്തിൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കാം. അങ്ങനെ എടുക്കണം. ഇല്ലെങ്കിൽ തന്നെ മിഡിൽ ഈസ്റ്റിലും യുക്രൈനിലും 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ 2 യുദ്ധങ്ങൾ തന്നെ ലോകത്തിൻ്റെ കെടുതി കൂട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ സംഘർഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്.